അങ്ങകലെ ഒരു ദേശത്ത് സുന്ദരമായ വസ്ത്രങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു രാജാവുണ്ടായിരുന്നു. ഒരിക്കൽ രണ്ട് കൗശലക്കാരായ തുന്നൽക്കാർ കൊട്ടാരത്തിലെത്തി. ബുദ്ധിമാന്മാർക്ക് മാത്രം കാണാൻ കഴിയുന്ന ഒരു മാന്ത്രിക വസ്ത്രം ഉണ്ടാക്കി നൽകാമെന്ന് അവർ വാഗ്ദാനം ചെയ്തു. തുന്നൽക്കാർ വസ്ത്രം കാണാനായി രാജാവിനെ ക്ഷണിച്ചു. ഈ വസ്ത്രം ബുദ്ധിമാന്മാർക്ക് മാത്രമേ കാണാൻ കഴിയൂ എന്ന കാര്യം അവർ രാജാവിനെ ഓർമ്മപ്പെടുത്തി. താനൊരു വിഡ്ഢിയാണെന്ന് അവർ കരുതുമോ എന്ന് ഭയന്ന് രാജാവ് വസ്ത്രം കാണുന്നതായി നടിച്ചു. രാജാവ് തുന്നൽക്കാർക്ക് നിറയെ സമ്മാനങ്ങളും നൽകി. രാജാവിൻ്റെ വിശിഷ്ട വസ്ത്രം നാട്ടിൽ വലിയ ചർച്ചയായി. അത് ധരിച്ച് രാജവീഥിയിലൂടെ നടക്കുന്ന രാജാവിനെ കാണാൻ ജനങ്ങൾ തടിച്ചുകൂടി. ആർക്കും രാജാവിൻ്റെ വസ്ത്രം കാണാനായില്ലെങ്കിലും തങ്ങൾ വിഡ്ഢികളായി പോകുമോ എന്ന് ഭയന്ന് ആരും മിണ്ടിയില്ല. പക്ഷേ കൂട്ടത്തിലെ ഒരു ചെറിയ കുട്ടി ഉച്ചത്തിൽ പറഞ്ഞു, രാജാവ് നഗ്നനാണേ. രാജാവ് താൻ വഞ്ചിക്കപ്പെട്ടതായി മനസ്സിലാക്കുകയും സത്യസന്ധതയാണ് പ്രധാനമെന്ന പാഠം പഠിക്കുകയും ചെയ്തു. കുന്നിൻ ചെരുവിലെ ആ കുഞ്ഞു വീട്ടിലാണ് രാകേഷും അവൻ്റെ മുത്തച്ഛനും താമസിച്ചിരുന്നത്. ഒരു ദിവസം ചെറി കഴിച്ചുകൊണ്ടിരുന്ന രാകേഷ് അതിൽ നിന്നും ഒരു കുരു നടുവാൻ തീരുമാനിച്ചു. കുറച്ചുനാൾ കഴിഞ്ഞ് ആ വിത്ത് ഒരു ചെടിയായി വളർന്നത് കണ്ട രാകേഷിനും മുത്തശ്ശനും ഒരുപാട് സന്തോഷമായി. ഇലകൾ കഴിക്കാനെത്തിയ ആടിനോടും ആക്രമിക്കാനെത്തിയ പ്രാണികളോടും പിന്നെ എപ്പോഴോ വന്ന കനത്ത മഴയോടും കാറ്റിനോടും തോൽക്കാതെ തളരാതെ ആ ചെടി ഉറച്ചു നിന്നു. വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ആ ചെടി ഒരു മരമായി മാറി. നിറയെ ചുവന്ന ചെറികളും ഭംഗിയുള്ള കിളികളുമുള്ള ഒരു വലിയ ചെറിമരം. എങ്ങനെയാണ് ഈ കുഞ്ഞു ചെടി ഇത്രയും വലിയ മരമായി മാറിയത് മുത്തശ്ശ? ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ തളരാതെ ക്ഷമയോടെ ഉറച്ചു നിന്ന് അവയെല്ലാം നേരിട്ടാൽ നിനക്കും ആ ചെടിയെപ്പോലെ വളർന്നു വലുതാകാം മോനെ. ക്ഷമയും ധൈര്യവും ഉണ്ടെങ്കിൽ ഏതു പ്രശ്നങ്ങളെയും അതിജയിക്കാമെന്ന് രാകേഷിന് അന്ന് മനസ്സിലായി. മഞ്ഞുമലകൾക്കിടയിലെ ആ കുഞ്ഞു ഗ്രാമത്തിലാണ് ബിന്യ എന്ന ആ കൊച്ചു മിടുക്കിയുടെ വീട്. ഒരിക്കൽ പുഴക്കരയിലെ സഞ്ചാരികൾക്കിടയിലാണ് അവൾ ആ മനോഹരമായ നീലക്കുട കണ്ടത്. ആ ഗ്രാമത്തിൽ ആരും മറ്റാർക്കും കൈമാറാത്ത ആ വിശിഷ്ട മാല നൽകി ഭംഗിയുള്ള ആ കുട അവൾ സ്വന്തമാക്കി. പക്ഷേ റാം ബറോസ, നാട്ടിലെ പ്രധാന കച്ചവടക്കാരൻ, അയാൾക്ക് ആ കുട തനിക്ക് കിട്ടാത്തതിൽ വല്ലാത്ത അരിശമുണ്ടായിരുന്നു. ബിന്യ ഉറങ്ങുന്ന തക്കം നോക്കി അയാളത് അവളുടെ കയ്യിൽ നിന്ന് മോഷ്ടിക്കാൻ തന്നെ ഉറച്ചു. എന്നാൽ ഉറക്കത്തിനിടയിൽ എന്തോ ശബ്ദം കേട്ട് അവൾ ഞെട്ടി ഉണർന്നു. ഒരു കൊച്ചു കുട്ടിയുടെ കുട മോഷ്ടിക്കാൻ ശ്രമിച്ച റാം ബറോസ നാട്ടുകാർക്കിടയിൽ മോശക്കാരനായി. റാം ബറോസയുടെ വിഷമം മനസ്സിലാക്കിയ ബിന്യ കടയിലെത്തി അവളുടെ കുട അയാൾക്ക് നൽകി. ബിന്യയുടെ നിഷ്കളങ്കമായ സ്നേഹം റാം ബറോസയുടെയും നാട്ടുകാരുടെയും കണ്ണു തുറപ്പിച്ചു. ദയയും കാരുണ്യവുമാണ് ഈ ലോകത്തെ കൂടുതൽ ഭംഗിയാക്കുന്നതെന്ന് ആ നാട്ടിലെ എല്ലാവർക്കും അന്ന് മനസ്സിലായി. Tomato Town.